കിളിക്കൂടിന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാടം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖിയും. നാലാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാടം. ഇന്ന് കൃഷിപ്പാടത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൃഷിപ്പാടം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയ ഒരിനം ചീര കൃഷി ചെയ്യാൻ പഠിച്ചാലോ? അകത്ത് ചീര എന്നാണ് ആ ചീരയുടെ പേര്. അകത്ത് ചീര പ്രധാനമായും രണ്ടിനത്തിലാണ് ഉള്ളത്: വെളുത്ത പൂവുള്ള അകത്തിയും ചുമന്ന പൂവുള്ള അകത്തിയും. ഭാരതത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് ഈ അകത്ത് ചീര. ഏകദേശം പുളിയിലയോട് സാമ്യമുള്ള കുറച്ചു വലിയ ഇലയും 6-7 മീറ്ററോളം ഉയരവും അകത്തിക്കുണ്ടാവും. പൂങ്കുലയാണെങ്കിൽ പത്രകഷത്തിൽ നിന്നും ആണ് ഉണ്ടാകുന്നത്. അരിവാൾ പോലെ അല്പം വളഞ്ഞ ആകൃതിയാണ് അകത്തിയുടെ പൂക്കൾക്ക്. അകത്തിയുടെ തൊലിയിൽ ടാനിനും രക്തവർണ്ണമുള്ള ഒരു പശയും വൈറ്റമിൻ സിയും പ്രോട്ടീനും കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയിരിപ്പുണ്ട് കൂട്ടുകാരെ. കഫപിത്തങ്ങളെ ശമിപ്പിക്കുന്നതാണ് അകത്ത് ചീര. ഇതിന്റെ നീരുകൊണ്ട് നസ്യം ചെയ്താൽ തലവേദന, കഫം, അപസ്മാരം എന്നിവയ്ക്ക് ശമനമുണ്ടാകും. ചുമന്ന അകത്ത് ചീരയ്ക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. പക്ഷേ അതിന്റെ തളിരില മാത്രമേ ഉപയോഗിക്കാവൂ. അകത്ത് ചീര പതിവായി ഉപയോഗിച്ചാൽ ഷുഗറും ബിപിയും എല്ലാം കുറഞ്ഞു പോകും. അകത്ത് ചീര ചെറുതായി അരിഞ്ഞ് അല്പം വെള്ളം തളിച്ച് കല്ലുപ്പിട്ട് തിരുമ്മി കുറച്ചു സമയം വെച്ചിരുന്ന ശേഷം പിഴിഞ്ഞു കളഞ്ഞാൽ കയ്പെല്ലാം പോകും. അതിനുശേഷം തോരൻ വെച്ച് കൂട്ടുകാർക്ക് കഴിക്കാം. പരിപ്പും കയ്പ് കളഞ്ഞ അകത്ത് ചീരയും കൂടി പുളി ചേർത്ത് കഴിവെച്ച് കഴിക്കുന്നത് രുചികരമാണ്. പക്ഷെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ധാരാളം ചേർക്കണം. പച്ചമുളക് ചേർക്കരുത്, വറ്റൽമുളക് ചേർക്കാം. അകത്തിപ്പൂവ് ചെറുതായി അരിഞ്ഞ് മുട്ട ചേർത്ത് തോരൻ വെക്കുന്നതും നല്ലതാണ്. മുട്ട ചേർക്കാതെ നമുക്ക് തോരൻ വെക്കാം. ഏകദേശം 5-6 വർഷം മാത്രം വളരുന്ന ഒരു സസ്യമാണ് അകത്തി. അഗസ്ത്യമുനിക്ക് ഏറെ പ്രിയമുള്ളതുകൊണ്ടാണ് ഈ ചെടിക്ക് അകത്ത് ചീര എന്ന് പേര് വന്നത്. അകത്ത് ചീരയുടെ ഇലയും പൂവും കായും എല്ലാം കറിയായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മഴ കുറവുള്ള പ്രദേശങ്ങളിൽ ആണ് അകത്ത് ചീര ധാരാളമായി വളരുന്നത്. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള കാലങ്ങളിൽ അകത്ത് ചീര നമുക്ക് വീട്ടുവളപ്പിൽ നടാം. അകത്ത് ചീരയുടെ വിത്തുകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള കൃഷിഭവനിൽ നിന്നോ പച്ചക്കറി വിത്തുകൾ ലഭിക്കുന്ന കടകളിൽ നിന്നോ വാങ്ങാൻ സാധിക്കും. അകത്ത് ചീര നടാനായി ആദ്യം ചെയ്യേണ്ടത് നന്നായി നിലമൊരുക്കുകയാണ്. ആദ്യമായി മണ്ണ് കിളച്ച് ഏതെങ്കിലും ജൈവവളവും മണലും ചേർത്ത് നിലം നന്നായി ഒരുക്കിയെടുക്കണം. ഇനി നമുക്ക് വിത്തിടാം. ഒരു കുഴിയിൽ 2-3 വിത്ത് മാത്രം ഇട്ടാൽ മതി. വിത്ത് നട്ടതിനു ശേഷം കൂട്ടുകാർ ദിവസേനയുള്ള നനയ്ക്കൽ മുടക്കരുത്. ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ വിത്തിന് മുള പൊട്ടും. ഏകദേശം 3 മാസങ്ങൾക്കുള്ളിൽ അകത്ത് ചീരയ്ക്ക് പൂവിടും. അകത്ത് ചീരയുടെ പൂവും ഇലകളും കൂട്ടുകാർക്കിനി കറി വെച്ച് കഴിക്കാൻ സാധിക്കും. ഏറെ പോഷക ഗുണം ഉള്ള ഒന്നാണ് അകത്ത് ചീര. എങ്കിൽ കൂട്ടുകാരിനി നിങ്ങളുടെ വീട്ടുവളപ്പിൽ തീർച്ചയായും അകത്ത് ചീര കൃഷി ചെയ്തു നോക്കുമല്ലോ. അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം. ഇന്ന് കളിമുറ്റത്തിൽ മരിയ എന്തായിരിക്കും നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കളിമുറ്റം. കൂട്ടുകാരെ, നിങ്ങൾ എന്തോരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെയാ കുടിക്കുന്നത്? അതിന്റെ കുപ്പികളെല്ലാം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കി കളയല്ലേ ചെയ്യാറ്? ശരിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ട് നമുക്കൊരു പിഗിന്റെ ഷേപ്പിൽ ഒരു മണി ബാങ്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം.
ആദ്യം തന്നെ വേണ്ടത് പ്ലാസ്റ്റിക് കുപ്പി, പിന്നെ കണ്ണ്, പിന്നെ ഗ്ലൂ, പെയിന്റ്, നൈഫ്, പെയിന്റ് ബ്രഷ്, സെല്ലോ ടേപ്പ്, പിന്നെ കാർഡ്ബോർഡ് പേപ്പർ. ഇത് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാൻ കിട്ടുന്ന ഷോപ്സിൽ ലഭ്യമാണ്. അതില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിന്റെ പീസ് കട്ട് ചെയ്ത് അത് പൊളിച്ചെടുത്താലും മതി. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിന്റെ സെന്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മളിത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മണി ബാങ്കിൽ ഹോൾ ഇടാം. നിങ്ങളിത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. തനിയെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ പേരൻസിൻ്റെയോ സഹായം ചോദിക്കുക. അങ്ങനെ നമ്മൾ പൈസ ഇടാൻ പാകത്തിന് ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിന്റ് ചെയ്യാം. പിങ്കിന്റെ കളർ സാധാരണ പിങ്ക് അല്ലേ, അതുകൊണ്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് ആണ്. ഇനി നമുക്കിത് പെയിന്റ് ചെയ്ത് തുടങ്ങാം. നല്ലോണം ഫില്ല് ചെയ്ത് വേണം പെയിന്റ് ചെയ്യാൻ. ഇത് സിമ്പിൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാണ്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മുടെ പെയിന്റ് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പിഗ്ഗി ബാങ്കിന് കണ്ണും ചെവിയും കൊടുക്കാം. ചെവിക്ക് വേണ്ടി നമുക്ക് കാർഡ്ബോർഡ് പേപ്പർ മുറിച്ചെടുക്കാം. ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചെവി ഇതിന്റെ സൈഡിലായിട്ട് ഒട്ടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്യാം. ഇനി നമുക്കത് ഒട്ടിക്കാം. ഒരേ അകലത്തിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെവി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണൊട്ടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത കണ്ണും ഒട്ടിക്കാം.
അപ്പോൾ നമ്മുടെ പിഗിന് കണ്ണും ചെവിയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി മൂക്ക് വേണ്ടേ? അതിനായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നോസ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കത് ഉണങ്ങാൻ വയ്ക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പിഗിന്റെ ആകൃതിയിലുള്ള മണി ബാങ്ക് റെഡിയായി കഴിഞ്ഞു. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് കാണാൻ? ഇനി നിങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് മണി ബാങ്കിന് വേണ്ടി ശല്യപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്ക് മണി ബാഗ് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേഗം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇതിലിട്ട് സൂക്ഷിച്ചു വെക്കാം. കൂട്ടുകാരെ, ഇന്ന് മരിയെ പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത സെഗ്മെന്റാണ് അന്നമോളും കാവൽമാലാഖിയും. ഇന്ന് അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽമാലാഖിയും. അന്നമോൾ ഇന്ന് സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. അത് പോട്ടെ, എന്റെ അന്നമോൾക്ക് ഏതു കാര്യത്തെ പറ്റിയാ സംശയമുള്ളത്? ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ത്യ കുറെ കാര്യങ്ങൾ സ്പെഷ്യൽ ആണെന്ന്. നേരാണോ മാലാഖേ? അതെ അന്നക്കുട്ടി. അന്നമോളെ പോലെ ഏറ്റവും അധികം കുട്ടികൾ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോയി പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാ. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഡിഗ്രിക്കാർ ഉള്ളതും ഇന്ത്യയിലാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് അന്നമോൾക്ക് അറിയാമോ? ഇല്ലല്ലോ മാലാഖേ. നമ്മുടെ കൊച്ചു കേരളമാ. പിന്നെ ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാലയും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലയും ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാ? തക്ഷശിലയും നളന്ദയും. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 10,000-ലേറെ വിദ്യാർത്ഥികളും 200-ലധികം പ്രൊഫസർമാരും അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിലാണുള്ളത്. പിന്നെ രസകരമായ വേറൊരു കാര്യമുണ്ട്. അതെന്താ? ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂളും ഇന്ത്യയിലാണുള്ളത്. ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള സിറ്റി മോണ്ടിസ്റ്റോറി സ്കൂൾ 30,000-ഓളം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. പിന്നെ അന്നമോൾക്ക് പ്രയാസമുള്ള കണക്കിലെ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാ. പ്രാചീന ഭാരതത്തിൽ ഗണിതശാസ്ത്രത്തിൽ അറിവുള്ള ആചാര്യന്മാർ അനേകരുണ്ടായിരുന്നു. ആര്യഭട്ടൻ, ഭാസ്കരാചാര്യൻ എന്നിവരൊക്കെ അവരിൽ ചിലരാ. ഇന്നെല്ലാവരും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന അക്കങ്ങൾ 0ഉം 1ഉമാണല്ലോ. ഈ അക്കങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന രീതിയാണ് ബൈനറി സിസ്റ്റം. 2100 വർഷം മുൻപ് ജീവിച്ചിരുന്ന പിംഗ്ലൻ എന്ന ഭാരതീയ ഗണിതശാസ്ത്ര പണ്ഡിതൻ ഇന്നത്തെ ഈ ബൈനറി സമ്പ്രദായത്തിന് സമാനമായ ക്രിയകൾ അന്ന് ഉപയോഗിച്ചിരുന്നു. എന്റെ അമ്മോ, അന്നമോൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തുമാത്രം കാര്യങ്ങളാ ഈ ലോകത്തിലുള്ളത്, അല്ലേ അന്നമോളെ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാട്ടോ. ബായ് അന്നമോളെ. ബായ് മാലാഖേ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പുറകിലേക്ക് കട്ടിയായ ഒരു കറുത്ത വര ഞങ്ങൾക്കുണ്ട്.
കൊക്കിന്റെ തുടക്കത്തിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറവും അറ്റത്ത് കറുത്ത നിറവും പാവം കാവിക്കിളിയുടെ കഥ. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? ഹായ് ഫ്രണ്ട്സ്, ഹായ് സിംഹരാജൻ. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ സിംഹരാജൻ. ഇന്ന് ആരുടെ പടമാ കിങ്ങിണിക്കാട്ടിലേക്ക് സിംഹരാജൻ സെലക്ട് ചെയ്തിരിക്കുന്നത്? അത് പറയും മുമ്പ് ആ പടത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ശരി സിംഹരാജൻ. സാധാരണയായി എല്ലാ കുട്ടികളും വരച്ച് കിളിക്കൂടിന് അയച്ചു തരുന്നത് ഏതെങ്കിലും പ്രകൃതി ദൃശ്യങ്ങളോ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളോ ആയിരിക്കും. അത് ശരിയാ. പക്ഷെ ഇത്തവണ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. എന്താ സിംഹരാജൻ? അതല്ലേ രസം. മാനുവൽ സെബാസ്റ്റ്യൻ എന്ന ആ കൊച്ചുമിടുക്കൻ വരച്ചിരിക്കുന്നത് വൃദ്ധരായ ഗ്രാമീണ ദമ്പതികളുടെ വീടിനുള്ളിലെ ഒരു ദൃശ്യമാണ്. അത് കൊള്ളാലോ സിംഹരാജൻ. അതേന്നേ. എനിക്ക് ആ ചിത്രം കാണാൻ ധൃതിയാവുന്നു സിംഹരാജൻ. ദേ ആരും ധൃതി വയ്ക്കണ്ട, ഞാൻ കാണിച്ചു തരാം മാനുവൽ വരച്ച ആ ചിത്രം. എന്താ, എല്ലാവർക്കും ഇഷ്ടമായോ മാനുവൽ വരച്ച ചിത്രം? തീർച്ചയായും സിംഹരാജൻ. അടിപൊളി പടമാണല്ലോ ഇത്. എങ്കിലിനി മാനുവലിന്റെ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ കൂട്ടരെ? അറിയണം. തൃശൂർ ജില്ലയിലെ മാമ്പ്രയിലാണ് മാനുവൽ സെബാസ്റ്റ്യന്റെ വീട്. ആട്ടെ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണാം കൂട്ടരെ? ഒരു വല്യപ്പച്ചനും വല്യമ്മയും, കട്ടിൽ, മേശ, ജനൽ, പാത്രം, ബെഡ്, തലേണ, തുണികൾ, മരത്തിന്റെ ഇലകൾ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം മാനുവൽ വരച്ച ഈ ചിത്രത്തിലുണ്ട്. ഇനി ഏതൊക്കെ നിറങ്ങൾ ഉപയോഗിച്ചാണ് മാനുവൽ ഈ ചിത്രം വരച്ചിരിക്കുന്നതെന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞേ. ബ്രൗൺ, പിങ്ക്, മഞ്ഞ, ചാരനിറം, ഇളംപച്ച, ഇളനീല, വയലറ്റ്, ഓറഞ്ച്, ചുമപ്പ്, കറുപ്പ്. കറക്റ്റ്. നിങ്ങൾ പറഞ്ഞ നിറങ്ങളിലുള്ള വാട്ടർ കളറുകൾ ഉപയോഗിച്ചാണ് മാനുവൽ ഈ ചിത്രം അതിന് നിറം നൽകി മനോഹരമാക്കിയിരിക്കുന്നത്. ആ, ഇത്രയും മനോഹരവും വ്യത്യസ്തവുമായ ഈ ചിത്രം വരച്ച മാനുവലിന് അടിപൊളി സമ്മാനമുണ്ട് കേട്ടോ. അഭിനന്ദനങ്ങൾ മാനുവൽ. കൺഗ്രാറ്റ്സ് മാനുവൽ. ഫ്രണ്ട്സ്, നിങ്ങൾക്കും മാനുവലിനെ പോലെ പടങ്ങൾ വരച്ച് കിളിക്കൂടിന് അയച്ചു തന്ന് സമ്മാനങ്ങൾ നേടാം. എങ്കിൽ വേഗം തന്നെ പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങിക്കോ ഫ്രണ്ട്സ്. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കിളിക്കൂടിലൂടെ കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയിരിക്കാൻ മറക്കരുതേ. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 680309, ഫോൺ 8606460033, കിളിക്കൂട് gtv@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടായില്ലേ? എങ്കിൽ ഇതിനും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരയ്ക്കും ബൈ.